കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM നേതാക്കളുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MP-യുമായ PK ബിജു, തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരെ 9 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ഇരുവർക്കും വീണ്ടും ഹാജരാകാൻ ED നോട്ടീസ് നൽകി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ് കരുവന്നൂരിലേതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. 2020 കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാർ മുൻ MP-യായ PK ബിജുവിന് 5 ലക്ഷം രൂപ കൈമാറിയെന്നായിരുന്നു അറസ്റ്റിലായ CPM കൗൺസിലർ PR അരവിന്ദാക്ഷന്റെ മൊഴി. ഇതുപ്രകാരം രണ്ടാം തവണയാണ് ബിജുവിനെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. കരുവന്നൂർ തട്ടിപ്പിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്ന PK ബിജുവിൽ നിന്ന് അന്വേഷണത്തിലെ കണ്ടെത്തലുകളും നടപടികളും സംബന്ധിച്ച് വ്യക്തത വരുത്തുക എന്നതും EDയുടെ ചോദ്യം ചെയ്യലിന് പിന്നിലുണ്ട്. കരുവന്നൂർ ബാങ്കിൽ ലോക്കൽ കമ്മിറ്റികളുടെ പേരിൽ CPMന് 5 രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്നാണ് ED ആരോപണം. ഇക്കാര്യത്തിലാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ചോദ്യം ചെയ്തത്. ഇത് 6ാം തവണയാണ് വർഗീസ് ED ഓഫീസിൽ ഹാജരാകുന്നത്. PK ബിജുവിനോട് വ്യാഴാഴ്ചയും MM വർഗീസിനോട് 22ാം തീയതിയും ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവർ ED നമ്മളോട് ചില കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് ചോദിക്കണം. നമ്മുടെ അറിവിലുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് പറയണം. അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട് ഇവരല്ലല്ലോ, മറ്റേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ ഇവർ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണം. നമ്മൾ അതിൻ്റെ ഉള്ള കാര്യങ്ങൾ പറയും. രേഖകൾ ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള കമ്മിറ്റികളുടെ ആസ്തി വിവരങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ കരുവന്നൂരിൽ പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് EDയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിക്കണം എന്ന ധാരണയിൽ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ച് കളയാം. അപ്പോൾ മറ്റ് പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുക. ഈ വരുമാനം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചാൽ ആ പണമൊന്നും എടുത്ത് ചിലവാക്കാൻ പറ്റൂലാരോ എന്നൊക്കെയുള്ള ധാരണകളായിരിക്കാം അവരെ ഇതിന് നയിച്ചിട്ടുണ്ടാകുക. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ച സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കത്തയച്ചു. ആദായ നികുതി വകുപ്പിന്റെ നടപടി അപലപനീയമാണെന്നും കേരളത്തിലെ സർക്കാരിനെതിരായ മോദി സർക്കാരിന്റെ ആസൂത്രിത നീക്കമാണെന്നും കത്തിൽ പറയുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.